SR150 ഞങ്ങൾക്ക് എങ്ങനെ ഒരു ദുരന്ത വണ്ടിയായി മാറി, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ. Aprilia SR150 എനിക്ക് എങ്ങനെ ഒരു ദുരന്ത വണ്ടിയായി മാറി. ഞാൻ ആശിച്ചു മോഹിച്ച ഏകദേശം ഒരു മാസത്തിൽ മേലെ കാത്തിരുന്ന് കിട്ടിയൊരു വണ്ടിയാണ്. അതും ഫുൾ പേയ്മെൻറ്റ്, റെഡി പേയ്മെൻറ്റ് ആദ്യമേ ഞാൻ അടച്ച് വെയിറ്റ് ചെയ്ത് കിട്ടിയ വണ്ടിയാണ്. അപ്പോൾ അതിൽ നിന്നും എനിക്ക് ഇതുപോലൊരു കുറച്ച് മോശമായ അനുഭവം കിട്ടുമ്പോൾ ആർക്കായാലും സ്വാഭാവികമായിട്ടൊരു വിഷമമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ. ഹെഡ്ലൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇതിപ്പോൾ ഞാൻ ഏകദേശം 2 വർഷത്തോളം വണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം വാങ്ങിയിട്ട് പുതിയതായിട്ട് റീപ്ലേസ് ചെയ്തിട്ടുള്ള ഹെഡ്ലൈറ്റാണ്. അതും എൻ്റെ സ്വന്തം പോക്കറ്റിൽ ചിലവിൽ, വാറണ്ടിയോ ഒന്നും അവരെനിക്ക് തന്നില്ല. പിന്നത്തെ കംപ്ലൈൻറ്റ് പറയാനായിട്ട് എനിക്കുള്ളത് ബാറ്ററി വാട്ടറിൻ്റെ ഓവർഫ്ലോയുടെ പൈപ്പുണ്ട്. അത് അവർ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യാതെയും അതുപോലെ തന്നെ നമ്മുടെ കമ്പനി പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാതെയും വന്നിട്ടുള്ളൊരു ദോഷമാണ്. എൻജിനിന് മുകളിലേക്ക് ഇറങ്ങിയിട്ട്, അതായത് ഏകദേശം ആ എൻജിൻ്റെ ആ കാണുന്ന പാർട്ടിലെല്ലാം ഒലിച്ചിറങ്ങിയിട്ട് പിന്നീട് എനിക്കത് രണ്ടാമത് പെയിൻ്റ് അടിക്കുന്ന ഒരു അവസ്ഥ വന്നു. അത് രണ്ടാമത്തെ പ്രോബ്ലം. പിന്നെ ഏകദേശം അലൈവിയിൽ ഇവർ ഒരു 1-2 തവണയിൽ മേലെ പുതിയത് എനിക്ക് റീപ്ലേസ് ചെയ്തു. പിന്നെ ദൈവഭാഗ്യത്താൽ അതെനിക്ക് അവർ 2 തവണയും വാറണ്ടിയിൽ തന്നെ മാറ്റി തന്നു. അപ്പോൾ ഹെഡ്ലൈറ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഹെഡ്ലൈറ്റിന് ഇത്രമാത്രം എന്ത് കംപ്ലൈൻ്റാണ് വരാനുള്ളതെന്ന്. അതും ഒരു സ്കൂട്ടറിന് ഇത്ര നമ്മൾ ഡീഗ്രേഡ് ചെയ്ത് പറയാൻ പാകത്തിന് എന്താണ് ഈ ഒരു ഹെഡ്ലൈറ്റിൽ ഇത്ര ട്രബിൾ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് ഞാനൊരു തെളിവും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ റിഫ്ലക്ടർ ഇത് ഞാൻ ഏകദേശം 1 ഇയറായി, ഇപ്പോൾ 1 ഇയറിൽ മേലെ, അതായത് ഒരു നൈറ്റ് ഡ്രൈവ്, ഇത്തിരി ലോങ് ഡ്രൈവ് പോയതാണ്. അപ്പോൾ അന്ന് എനിക്ക് കിട്ടിയതാണ്. അതായത് ഉരുകി ബൾബുമിലേക്ക് ഇറങ്ങി, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് എടുത്തു വെച്ചതാണ്. ഏതെങ്കിലും കാലത്ത് ഇത് ആരെങ്കിലും അടുത്ത് പറയാൻ തന്നെയാണ് ഞാൻ എടുത്തു വെച്ചത്. അപ്പോൾ ഇതാണ് ഹെഡ്ലൈറ്റിൻ്റെ പ്രോബ്ലം. ഇത് ഞാൻ അവരുടെ അടുത്ത് വാറണ്ടിയിൽ ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ അത് ചെയ്തു തന്നില്ല. അപ്പോൾ പോട്ടെ, അത് ഇത്ര കാശുള്ളൂ, നമുക്കത് ചേഞ്ച് ചെയ്യാവുന്നുള്ളൂ. പക്ഷേ ഇതും നമുക്കൊരു ഫോൾട്ടായിട്ട് തന്നെ കണക്കാക്കാം. പോരാത്തതിന് ഇതിന് രാത്രി നമുക്ക് പ്രോപ്പറായിട്ടൊരു ഗട്ടറോ റോഡോ കാണാൻ തരത്തിലുള്ള ഒരു ലൈറ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ നമ്മൾ അഥവാ ഈ വണ്ടി വാങ്ങുന്നവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു ലൈറ്റ് വെക്കാൻ കരുതിക്കോളൂ. അല്ലാതെ സ്റ്റോക്ക് ലൈറ്റിൽ നമുക്കതൊരു ഗുണം ചെയ്യില്ല. ഇപ്പോൾ പുതിയ വേർഷനിൽ സിംഗിൾ ബൾബിൽ വരുന്നുണ്ട്. അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് നമ്മൾ കണ്ടറിയണം. പിന്നത്തെ നമുക്ക് സർവീസിനെ കുറിച്ച് പറയാം. അതായത് ഞാൻ വീഡിയോയിൽ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ബാറ്ററി വാട്ടറിനെ കുറിച്ച്. അതായത് ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററിയുടെ പോർഷൻ വരുന്നത്. അതായത് ബാറ്ററിയുടെ ഓവർഫ്ലോയുടെ പൈപ്പ് വരുന്ന ഏരിയ ആണ് ഇത്. അതായത് ഇത് അഴിച്ചാൽ കാണാം. ഇപ്പോൾ അഴിക്കാൻ എൻ്റെ കയ്യിൽ ടൂളും ഒന്നുമില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഓവർഫ്ലോയുടെ പൈപ്പ് അവർ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തില്ല. അതുകൊണ്ട് അതിലേ നേരെ വന്നിട്ട് ഇവിടുന്ന് ബാറ്ററി വാട്ടർ ഇതിൽ ചാടി. അങ്ങനെ ഇതിലെല്ലാ ഭാഗങ്ങളിലും ചാടി. ഇവിടെയൊക്കെ ഇപ്പോഴും കാണാം, ബാറ്ററി വാട്ടർ ഇപ്പോഴും ഈ ബാറ്ററി വാട്ടറിൻ്റെ ഏരിയ നിങ്ങൾക്ക് കാണാം. കണ്ടോ, ഇപ്പോഴും പെയിൻറ്റ് പോയിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതുപോലെ മൊത്തം പെയിൻറ്റ് പോയിട്ട് കമ്പനി രണ്ടാമത് എനിക്ക് റീപ്ലേസ് ചെയ്തതാണ് ഇത്. അതും ഞാൻ കുറേ ഫൈറ്റ് ചെയ്തതിന് ശേഷം Aprilia SR150യുടെ പേജിലോട്ട് ഞാൻ അറ്റാച്ച് ചെയ്ത് അയച്ചതിന് ശേഷമാണ് എനിക്കിത് ഡയറക്റ്റ് ഒരു കണക്ഷൻ കിട്ടിയത്. ഇതിനോടൊപ്പം തന്നെ എൻ്റെ ഫ്യൂസിൻ്റെ ബോർഡും കേടുവന്നു പോയി. അപ്പോൾ ഇതൊക്കെ കൂടുതലും ഷോറൂമിൻ്റെ ഒരു ദോഷം കൊണ്ട് മാത്രം വരുന്ന, അതായത് സർവീസ് സെൻറ്ററിൻ്റെ ദോഷം കൊണ്ട് മാത്രം വരുന്ന കംപ്ലൈൻറ്റുകളാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ 21,000 കിലോമീറ്റർ ഓടിയപ്പോഴേക്കും ഞാൻ ബാക്ക് ടയർ ഒരു 3 തവണ മാറി. അതായത് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ വാങ്ങിയിട്ടത് MRFൻ്റെ ടയറാണ്. ഫ്രണ്ടിൽ ഒരു 2 തവണയും മാറി. അപ്പോൾ അന്ന് അവർ ഈ ടയർ ചേഞ്ച് ചെയ്യാൻ ഷോറൂമിൽ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. അപ്പോൾ അവർ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് 3,300 രൂപ വെച്ചിട്ടാണ് പെർ ടയറിന് അവർ വാങ്ങിയത്. അതുപോലെ തന്നെ ഫ്രണ്ടിലും അത്ര തന്നെ ക്യാഷ് എനിക്ക് വന്നു. പിന്നീട് MRF ഇറങ്ങിയപ്പോഴാണ് നമുക്കൊരു 2,000-1,800 രൂപ റേഞ്ചിൽ 2 ടയർ ഞാൻ വാങ്ങിയിട്ടു. അപ്പോൾ അത് പിന്നെയും ഒരു പോക്കറ്റ് ഫ്രണ്ട്ലിയാണ്, നമുക്ക് അത്രയ്ക്കാണ്ട് ദോഷമില്ല. എന്നാലും ഞാൻ ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ചെറിയൊരു സ്കൂട്ടറിൻ്റെ മെയിൻ്റനൻസ് ഉദ്ദേശിച്ചിട്ട് വാങ്ങരുത്. കാരണം ഇത് അതുക്കും മേലെയാണ്. അപ്പോൾ അതിന് വേണ്ടി മാത്രം ഞാൻ ഇട്ടതെന്നുള്ളൂ. പിന്നെ ഇതിനെക്കുറിച്ച് കുറച്ച് നല്ല കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്, ഹാൻഡ്ലിങ്, ബ്രേക്കിങ്, പവർ, ഈ കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ ഇപ്പോൾ ഇന്ത്യയിൽ ഇറങ്ങുന്ന ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും ബെസ്റ്റ് സ്കൂട്ടർ എന്നു പറയാം. പക്ഷേ ഈ സർവീസിനെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം കൊണ്ടും നല്ലതാണ്. പിന്നെ സസ്പെൻഷനെല്ലാം ഇത്തിരി ഹാർഡാണ്. അതൊരു സ്പോർട്സ് ഓറിയൻറ്റഡ് വണ്ടി ആയത് കൊണ്ടാകാം അങ്ങനെ. ഫ്രണ്ട് ആയാലും ശരി, ബാക്ക് ആയാലും ശരി. എന്നാൽ നമ്മുടെ ലോക്കൽ റോഡുകൾ ഇത് ഓടിക്കുമ്പോൾ നമുക്ക് കുറച്ച് ബാക്ക് പെയിനൊക്കെ ഉണ്ടാക്കി തരും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നല്ല കാര്യങ്ങൾ. ഇല്ലാതില്ല, നല്ലത് കുറേ ഉണ്ട്. അത് ഏത് വണ്ടിക്കായാലും നല്ലതും ചീത്തയും വശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വണ്ടിയെ കൂടുതലും ഒരു ദുരന്ത വണ്ടിയാക്കി മാറ്റിയത് ഇതിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അതെൻ്റെ ഒരു ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ഉള്ളൊരു മിസ്റ്റേക്കായി കണക്കാക്കിയാൽ മതി. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരണമെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കുറച്ച് മുന്നോട്ട് എത്തിച്ചാൽ മാത്രമേ എനിക്ക് അടുത്തതായി വരാൻ സാധിക്കുകയുള്ളൂ.
അടുത്ത് ഞാൻ വരുന്നത് ഇതേ ബ്രാൻഡിൽ വരുന്ന വെസ്പയുടെ വണ്ടിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ വരുന്നത്. അതായത് വെസ്പ വണ്ടി ഒരു ഷോറൂമിൻ്റെ മുമ്പിലിട്ട് കത്തിക്കാൻ പോയ ഒരു വ്യക്തിയുടെ വണ്ടിയെക്കുറിച്ചായിരിക്കും റിവ്യൂ. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കാം ആ വണ്ടിയിൽ എന്തോരം ദോഷങ്ങൾ, അല്ലെങ്കിൽ ആ വണ്ടിയിൽ സർവീസിനെ കുറിച്ച് എന്തോരം ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ഊഹിക്കാവുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് മുന്നോട്ട് എത്തിക്കുക. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോകളെ കുറിച്ചും അടുത്ത ബൈക്കുകളെ കുറിച്ചോ സ്കൂട്ടറിനെ കുറിച്ചോ എനിക്ക് റിവ്യൂ ഇടാൻ പറ്റുള്ളൂ. അതും പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് വന്ന ഗുണങ്ങളും ദോഷങ്ങളെ കുറിച്ച് മാത്രമേ ഞാൻ അവിടെ ഷെയർ ചെയ്യുള്ളൂ. ഓക്കെ, ബൈ.